സെക്രട്ടറി സജീവിനെ ക്ഷണിച്ചോളൂ. നമസ്കാരം. ജില്ലയുടെ സഹകരണത്തോടെ ആലുവ മേഖല ആതിഥേയത്വം വഹിക്കുന്ന ഈ മെഗാ മെഡിക്കൽ ക്യാമ്പിലേക്ക് ഉദ്ഘാടനത്തിനായിട്ട് ഇരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ബിനോയ്, സംസ്ഥാന പ്രസിഡന്റ്, ജില്ലാ പ്രസിഡന്റ് ശ്രീ രജീഷ്, ജില്ലാ ട്രഷറർ ശ്രീ ജോമറ്റ്, നിരീക്ഷകൻ നമ്മളുടെ രാജേന്ദ്രൻ, സ്വാതന്ത്ര്യം കോർഡിനേറ്റർ ശ്രീ ജോഷി ചേട്ടൻ, സജി മാർവൽ, സി പി ജോസഫ്, എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തു. ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ ശ്രീ ബിനോയ് കാടാട്ടുഴി അടക്കം സംസ്ഥാന ജില്ലാ മേഖല നേതാക്കൾ, മേഖലയുടെ പ്രസിഡന്റ് ജലീല്, മറ്റ് സുഹൃത്തുക്കളെ, വർഷകാലമായിട്ട് ആഗ്രഹം പഠിക്കാൻ സംഘടിപ്പിക്കാൻ പ്രധാന കാരണം നമ്മുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ അടുത്തിടക്കുണ്ടായ നമുക്കുണ്ടായ ചില ബുദ്ധിമുട്ടുകൾ. 3 സഹഭാരവാഹികൾ അടുത്തിടക്ക് പെട്ടെന്ന് നമുക്ക് നെഞ്ചുവേദനയായിട്ട് ഹോസ്പിറ്റലിൽ നിൽക്കുന്ന മൂമെന്റിൽ ആ ഹോസ്പിറ്റലിൽ അവരേതോ എന്താ പറയാ അതോ ഭാഗ്യം കൊണ്ട് ആ സമയത്ത് എത്തിച്ചേരുകയും അവരെ അടിയന്തരമായിട്ട് ശസ്ത്രക്രിയ ദൈവഭാഗ്യം ചൂണ്ടിലൊക്കെ ചെയ്തൊരു സാഹചര്യം. മാത്രമല്ല, ഫോട്ടോഗ്രാഫി മേഖലയിൽ പണിയെടുക്കുന്നവർക്ക് പൊതുവെ നമ്മളെ തമ്മിലുള്ള ആരോഗ്യം ശ്രദ്ധിക്കാത്തതാണ്. സമയബന്ധിതമായിട്ട് ഉറക്കം, ഭക്ഷണം, എല്ലാ കാര്യത്തിലും കൂടുതലും മാനസികമായിട്ട് ടെൻഷൻ അനുഭവിക്കുന്ന ഒരു യുവാവായിട്ട് ഫോട്ടോഗ്രാഫി നമ്മൾ മാറിയിട്ടുണ്ടെന്നുള്ളത്. അതിന്റെ അനുസരിച്ച് നമ്മൾ സത്യത്തിൽ നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കുന്നുണ്ടോ എന്നില്ല. കാരണം ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പത്തികം തന്നെയാണ് അതിന്റെ പിന്നിൽ പ്രശ്നം. കയ്യിൽ പൈനമില്ലാത്തതുകൊണ്ട് നമുക്ക് പോകില്ല. അങ്ങനെ വീണ കാര്യം എടുത്ത് ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോകണം. അതേ അവസ്ഥയിലേക്ക് മാറുന്ന സ്ഥലത്ത് നമുക്കുണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ ഈ കമ്മിറ്റി ചുമതലെടുക്കുമ്പോൾ ആദ്യമായിട്ട് മുഖ്യ അജണ്ടയായിട്ട് ഈ വിഷയം ജില്ലാ കമ്മിറ്റി അവതരിപ്പിക്കാം. ഏറ്റവും നന്നായി അങ്ങൾക്ക് ഗുണകരമായിട്ട് അവരുടെ ശാരീരിക അസ്വസ്ഥതകളെ മനസ്സിലാക്കിക്കൊണ്ടൊരു ചികിത്സ ഒന്ന് നിശ്ചയിച്ച് പോകണം എന്നുള്ളൊരു തരത്തിലേക്ക് ക്യാമ്പ് സംഘടിപ്പിക്കുകയും അത് ആലുവ മേഖല ഉത്തരവാദിത്തോടെ ഏറ്റെടുക്കുകയും ഡൽഹിയിൽ പിന്നെ രാജഗിരി ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ഉത്തരവാദിത്തം ഏറ്റവും ഭംഗിയായിട്ട് ഇവിടെ ഇന്നലെ മുതൽ അവർ ചെറിയ ബുദ്ധിമുട്ട് ഫലമായിട്ടാണ് ഇവിടെ ഈ പരിപാടി സംഘടിപ്പിക്കാനും 2 മാസക്കാലമായിട്ട് രജിസ്റ്റർ ഏറ്റവും ഭംഗിയായിട്ട് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ മേഖലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിന് മേഖല കമ്മിറ്റിക്ക് ജില്ലാ കമ്മിറ്റി ആദ്യം തന്നെ അർപ്പിക്കുകയാണ്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിനായി അതന്നെ ആ സംസ്ഥാന ജോമിറ്റ്, ആലുവ മേഖലയുടെ പ്രസിഡന്റ് രവീന്ദ്ര സജീവ്, സംസ്ഥാന കമ്മിറ്റി അംഗം ഷെറ്റ്കോന്റെ കോർഡിനേറ്റർ സജീവ് ഉൾപ്പെടെ ജില്ലയുടെ സഹഭാരവാഹികൾ, ആലുവ കമ്മിറ്റി നമ്മളുടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ അസുഖം വഹിക്കുന്ന ഒരാളുകൾ നമ്മളാകാൻ സാധ്യതയുള്ളത്. നമ്മുടെ സമയം തെറ്റിയുള്ള ഉറക്കവും സമയം തെറ്റിയുള്ള ആഹാരക്രമവും അതിലുപരി നമ്മുടെ വർക്കിന്റെ ആ ഒരു ഡയറ്റ് ഷെഡ്യൂൾ നമുക്ക് വെച്ചിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ കൃത്യമായ നമ്മുടെ ശരീരത്തെ ശ്രദ്ധിക്കാത്ത കുറെ ആളുകൾ സാധാരണ ഒരു കണ്ണിന്റെ മെഡിക്കൽ ക്യാമ്പ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ക്യാമ്പ് വ്യത്യസ്തമായി വളരെ ലിമിറ്റഡ് അംഗങ്ങളില്ല. കാരണം നമ്മൾ പൊതുവിനെ കൂടി ശ്രമിക്കുന്ന ക്യാമ്പുകളാണ്. ഇത് നമ്മുടെ അംഗങ്ങളുടെ ആരോഗ്യ സംരക്ഷിക്കുക, അവരുടെ ആരോഗ്യപരമായ ചെക്ക് ചെയ്യുക എന്നുള്ള നല്ല ഉദ്ദേശത്തോടെ കമ്മിറ്റി രാജഗിരി ഹോസ്പിറ്റൽ ജനറൽ ഉൾപ്പെടെ ഏറ്റവും വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമാണ് ഇതിന്റെ ഗുണം സ്വീകരിക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും ജില്ലാ കമ്മിറ്റി തുടങ്ങി വെച്ച എനിക്ക് തോന്നുന്നത് ഇവിടെ രാജഗിരി ഹോസ്പിറ്റലിൽ ചികിത്സ ആവശ്യമുണ്ടായി കൊണ്ടും വേണ്ടി തരുന്നുണ്ടായിരുന്നു. ഞാൻ വലിയ അതുപോലെ എല്ലാത്തിനും ഡിസ്കൗണ്ട് തരാന്ന് പറഞ്ഞിട്ട് എന്നുള്ളതിലുപരി നമ്മുടെ അസുഖത്തെ കുറിച്ച് ചികിത്സിക്കുവാനും കഴിയുന്ന ഒരു ക്യാമ്പായിട്ട് തീർച്ചയായിട്ടും നമുക്ക് അസുഖങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ തീർച്ചയായിട്ടും നമ്മൾ പലപ്പോഴും നമ്മുടെ പല അസുഖങ്ങളും കാണാതെ പോകുന്നതിന്റെ ഒരു ഫലമാണ് നമുക്ക് നമുക്കറിയാം. നമ്മുടെ സാന്ത്വനം പദ്ധതിയുടെ തന്നെ ഏപ്രിൽ 1 മുതൽ 3 മാസം ജൂൺ തീരാൻ പോകുമ്പോൾ തന്നെ 17 പേരാണ് നമ്മളിൽ നിന്ന് വേർപെട്ട് പോയത്. അതിൽ തന്നെ എറണാകുളം ജില്ലയിൽ നിന്ന് 6 പേര് വേർപെട്ട് പോയിട്ടുണ്ട്. അവരെല്ലാവരും തന്നെ 60 വയസ്സിൽ താഴെയുള്ള ആളുകളാണ് കൂടുതൽ. അധികം പ്രായമുള്ള ഒരാൾ 70 വയസ്സിൽ മേഖലയുടെ ഒരാളും 60 വയസ്സിലേക്ക് മേഖലയിലായിട്ട് 2 പേര് ഒഴിച്ചാൽ ബാക്കി എല്ലാവരും അകാലത്തിൽ മരണപ്പെട്ട ആളുകളാണ് എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. ഇതെല്ലാം തന്നെ ഈ ഓരോ രോഗങ്ങൾ അത് സമയത്ത് കണ്ടുപിടിക്കാതെയും അതിന്റെ ചികിത്സ നടത്താത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും എറണാകുളം ജില്ലാ കമ്മിറ്റി എടുത്ത എഫർട്ട് ഏറ്റവും അംഗീകരിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടിയാണ് എല്ലാവിധ അഭിനന്ദനങ്ങളും
എറണാകുളം ജില്ലാ കമ്മിറ്റികളും അതിലുപരി ഇത് കണ്ടക്ട് ചെയ്യുന്നത് നമ്മളൊരു സ്ഥലത്ത് കാര്യം കണ്ടക്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആ പ്രദേശത്തെ ആളുകൾക്ക് ആ മേഖലാ കമ്മിറ്റിക്ക് വലിയൊരു ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം നല്ല രീതിയിൽ നിറവേറ്റിയ ആലുവ മേഖലാ കമ്മിറ്റിയെ പ്രത്യേകമായിട്ട് സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടിയുള്ള അഭിനന്ദനം അറിയിക്കുന്നതും നല്ല ഒരു ആംബിയൻസ് ഉള്ള നല്ലൊരു സ്ഥലത്ത്, കാരണം ഒരു ക്യാമ്പ് നടത്തുന്നതിനൊരു മനസ്സിന് കൂടി ഒരു സുഖം തോന്നുന്ന ഒരു സ്ഥലത്ത് നമുക്ക് തന്നെ ക്യാമ്പ് എല്ലാവരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിച്ച് ഇതിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിച്ചതായിട്ട് അറിയിക്കുന്നു. അറിയാൻ കിട്ടുന്നില്ല. എല്ലാവർക്കും വേണ്ടിയിട്ട് ആശുപത്രി സംസ്ഥാന ബ്ലഡ് ഡൊണേഷന് മെഡിക്കൽ ക്യാമ്പിന്റെ അധ്യക്ഷൻ ജില്ലയുടെ രജീഷ് ഉദ്ഘാടനം നിർവഹിച്ച സംസ്ഥാന ഉൾപ്പെടെ ഇവിടെ ഈ ക്യാമ്പിലേക്ക് ചേർന്നിരിക്കുന്ന ജില്ല, സംസ്ഥാന, മേഖല, വനിതാ യൂണിറ്റിന്റെ അംഗങ്ങൾ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമുക്കറിയാം നമ്മുടെ ജീവിത ശൈലി രോഗങ്ങൾ നമ്മളെ കൂടുതലും ബാധിക്കുന്നത് നമ്മുടെ ഫോട്ടോഗ്രാഫി രംഗത്തുള്ള നമ്മുടെ അംഗങ്ങളെയാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരം ഒരു ക്യാമ്പുകൾ പല മേഖലകളിലും ഇത്തരം ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. ജില്ലാ കമ്മിറ്റി ഇതിനു വേണ്ടിയിട്ട് മുൻകൈ എടുത്തുകൊണ്ട് ആലുവ മേഖലയിൽ വെച്ചുകൊണ്ട് വളരെ നല്ല രീതിയിലൊരു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ട് രാജഗിരി ഹോസ്പിറ്റൽ അതിന്റെ പ്രവർത്തനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വളരെ നല്ല രീതിയിലുള്ള ഒരു ക്യാമ്പ് സംഘടിപ്പിക്കാനായിട്ട് സാധിച്ചു. നമുക്ക് അറിയാം, നമ്മളിപ്പോ പലരും പല ഹോസ്പിറ്റലുകളിലും ഇത്തരം നമുക്ക് ചികിത്സ തേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ അംഗങ്ങൾക്ക് ഭാരവാഹികൾ പലർക്കും ഇത്തരം ഒരു സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ന്യൂറോയുടെയും അതുപോലെ തന്നെ കാർഡിയോളജിയുടെയും ഒരു ക്യാമ്പ്, അതുപോലെ ചേർന്ന് മെഡിസിന്റെ ക്യാമ്പാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇത് എല്ലാ അംഗങ്ങൾക്കും വളരെ നല്ല രീതിയിൽ ഇതിന്റെ പ്രയോജനപ്പെടും. എനിക്ക് തോന്നുന്നു ഇത് കൂടുതലായിട്ട് നമുക്കിപ്പോ ലിമിറ്റഡ് അംഗങ്ങളെയാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടില്ലെങ്കിൽ തന്നെ നമുക്കിത് കൂടുതൽ അംഗങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു സാധ്യത നമ്മുടെ ജില്ലാ കമ്മിറ്റിയുടെ മുൻകൈ എടുത്തുകൊണ്ട് നടത്തണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇതിന് എല്ലാവിധ ഭാഗങ്ങളും ഇതിന് ചടങ്ങിനായിട്ട് ഇതിന്റെ കോർഡിനേറ്ററും മേഖലാ പ്രസിഡന്റുമായ ജലീൽ ക്ഷണിച്ചു. പ്രിയപ്പെട്ടവരെ, ഇതിന് റീപ്ലിക്കേഷൻ ആധാരം ക്യാമ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തിച്ചേർന്ന ഇതിന്റെ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾക്കും അതുപോലെ ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ വളരെ ദൂരത്തു നിന്ന് ഇവിടെ എത്തിയ നമ്മുടെ പ്രിയങ്കരനായ സംസ്ഥാന പ്രസിഡന്റിനും ഈ ക്യാമ്പ് വിജയിപ്പിക്കാൻ ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ അംഗങ്ങൾക്കും ആലുവ മേഖലയുടെയും ജില്ലാ കമ്മിറ്റിയുടെയും പ്രത്യേകമായ നന്ദി അറിയിച്ചുകൊണ്ട് ഞങ്ങൾ അവസാനിപ്പിക്കുന്നു. ക്യാമ്പ് തുടരുകയാണ്. എല്ലാവരും സഹകരിക്കും.